നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗത്തിന് ഇൻസ്റ്റന്റ് വഴികൾ തേടുകയാണ് നമ്മുടെ കുട്ടികൾ. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ അവർക്ക് കയ്യെത്തും ദൂരത്താണ്. ഇൻസ്റ്റാമാർട്ടിൽ സ്കൂൾ കുട്ടികളാണ് പ്രീ റോൾ കോണുകളുടെ ആവശ്യക്കാരിലേറെയും. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണിതെന്നറിയാൻ ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലേക്ക്. സംസ്ഥാനത്ത് ലഹരിയുടെ അടിവേരിറക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതിയാണ് തൂഫാൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് തൂഫാൻ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ലഹരി ഉപയോഗത്തിന് പുതിയ വഴികൾ തേടുന്നവർ കുറവല്ല. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളടക്കം ഇൻസ്റ്റന്റായി ലഹരി ഉപയോഗിക്കാനുള്ള വഴികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കും. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ നിത്യോപയോഗ സാധനങ്ങൾ കയ്യിലെത്തിക്കുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഒരർത്ഥത്തിൽ വലിയ ആശ്വാസമാണിത്. പക്ഷേ അവയും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോൺ എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ തുറക്കപ്പെടും. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണ് ഇതെന്നറിയാൻ ഞങ്ങളും ഓർഡർ ചെയ്തു. 4 മിനിറ്റിൽ സാധനം കയ്യിൽ കിട്ടി. അല്പസമയം മുമ്പ് ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോണുകളുടെ ഉപയോഗം എന്താണ്? മെറ്റ AI പറയുന്നത് ഇങ്ങനെ: കൃത്യമായി കുറച്ചുകൂടി അവരുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോണുകളാക്കി മാറ്റിയ പേപ്പറുകളാണ്. ഈ രീതിയിലാണ് അത് കിട്ടുന്നത്. ഇത് പല രൂപത്തിലുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയലുള്ള കോണുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആളുകൾക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പം ഇത് കിട്ടാനുള്ള വഴികളാണിപ്പോൾ ഇൻസ്റ്റാമാർട്ട് വഴി തുറന്നിരിക്കുന്നത്. റോളുകൾ റെഡി. ഇനി ആരാണ് ഇത്തരം കോണുകൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്? ആരാണ് ഇവ ഉപയോഗിക്കുന്നത്? ഒരു ഡെലിവറി ബോയുടെ അനുഭവം കേൾക്കാം. മുമ്പ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടില്ല. ഒരു 3 മാസം. അതിന് മുമ്പ് ഒരു പേപ്പറായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടാണ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിൽ വ്യക്തമായിട്ട് ആ പാക്ക് ഞങ്ങൾ ചാറ്റ് GPT കിട്ടും നോക്കുമ്പോൾ അത് പുകയില ഉൽപ്പന്നങ്ങൾ കുത്തി നിറച്ച് വലിക്കേണ്ട സാധനം തന്നെ. ഇത് സ്കൂൾ കുട്ടികളാണ് കൂടുതൽ. ഒരു ദിവസം ഞാൻ തന്നെ 2-3 എണ്ണമെങ്കിലും പരമാവധി കൊടുക്കും. പെൺപിള്ളേരടക്കം
സ്കൂൾ കുട്ടികളടക്കം ഇന്ന് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ തുഫാനെ സമയം വിളിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കുട്ടികൾ കിട്ടിയില്ല. അവർ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂസ് ആയിട്ട് കിട്ടിയില്ല. ഉണ്ടെങ്കിൽ കൈയോടെ വിളിച്ചിട്ട് പോയിട്ട് ഇന്ന് കൊണ്ട് കൊടുത്ത ഒരു സ്കൂളിലായിരുന്നു ഞാൻ. ഒരു സ്കൂൾ പയ്യനായിരുന്നു കൊണ്ട് കൊടുത്തത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഏകദേശം ഒരു 10-15 വയസ്സ് അത്രേ ആവുള്ളൂ ഒരു പയ്യനെ കാണുമ്പോൾ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാഷ് ഓൺ ഡെലിവറി പറയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്റെ പറഞ്ഞ ID ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. ഇത് വ്യാപകമാണ്. ഇത് ഒരാളൊരു 3-4 കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോറിൽ തന്നെ 50-60 പേരാണ് സ്റ്റാഫുകളാണ്. 24 മണിക്കൂർ തുറന്നു നിൽക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റാമാർട്ട്. 24 hours ആണ്. 10-20 ഈ നഗരത്തിൽ തന്നെ ഒരു 10-25 സ്റ്റോറുകൾ അവർക്കുണ്ട്. അപ്പോൾ എത്രത്തോളം പോകുന്നുണ്ടാവും, കഴക്കൂട്ടം ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഒരു പേപ്പറായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അത് ഇതുപോലെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? അത് ഇതിനു വേണ്ടി ആയിരുന്നു. പക്ഷെ നമുക്കത് പല കാര്യത്തിനും അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇതിനാണത് കൂടുതൽ ആൾക്കാർ. അതിൽ ചിത്രം ഉണ്ടായിരുന്നു. ഈ കഞ്ചാവല്ലേ ചുരുട്ടിന്റെ ചിത്രം അതിലുണ്ടായിരുന്നു. ആ കവറിന്റെ പുറത്ത് ഒരു ചുരുട്ട് ഇങ്ങനെ സിനിമയിലെ കാണുന്ന പോലത്തെ ചുരുട്ടിന്റെ ഒരു ചിത്രം അതിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതുള്ളത്. ഇപ്പൊ വളരെ ഈസി ആയിട്ട് അത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗത്തിന് പുതുവഴികൾ തേടുകയാണ്. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ആഭ്യന്തരമന്ത്രി അറിയാനാണ് ലഹരിയുടെ ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറക്കപ്പെടുകയാണ്. അതും പൂട്ടണം, ആ വഴികളും തടയണം. VVR ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ ലഹരി ഉപയോഗിക്കാനുള്ള പുതിയ വഴികൾ, അതേക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ന്യൂസ് 18 നടത്തിയത്. ഇതിലൊരു ഡെലിവറി ബോയുടെ സാക്ഷ്യം ഉൾപ്പെടെ ഉണ്ട്. ഇതെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? അദ്ദേഹം കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ആരൊക്കെയാണ് ഇത് വാങ്ങുന്നത്? കൂടുതലും സ്കൂൾ കുട്ടികളാണെന്ന് സംബന്ധിച്ച്. ഒരു വശത്ത് ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുമ്പോൾ ഇങ്ങനെ ഓൺലൈനിലൂടെ ലഹരി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തുന്നു. കൊച്ചു കുട്ടികളുടെ കയ്യിലേക്ക് വരെയും ലഹരി വസ്തുക്കൾ എത്തുന്നു. ഇത് സ്വാഭാവികമായത് ഈ ഓപ്പറേഷൻ ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയം തന്നെയല്ലേ? നമ്മുടെ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാമോ? ഇൻസ്റ്റമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഓൺലൈനായി കൈമാറ്റം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്ന വിവരങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ട നേരത്തെ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തെ വേറിട്ടതാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഇതിലൊരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ സ്കൂൾ കുട്ടികൾക്ക്, അതായത് പ്രായപൂർത്തി പോലും ആകാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ലാതെ സുലഭമായി ലഹരി പദാർത്ഥങ്ങൾ വെച്ച് ഉപയോഗിക്കുന്നതിനുള്ള ഈ പ്രീ റോൾ കോണുകൾ ഓൺലൈൻ ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള ആപ്പുകളിലൂടെ ലഭ്യമാകുന്നു എന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഡെലിവറി ബോയുടെ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതായത് ഇത് നിസ്സഹാരായി ഇതുകൊണ്ട് കൈമാറാൻ മാത്രമേ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു വാക്കുപോലും അവരെ തടസ്സപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിലൊന്നും അവരോട് സംസാരിക്കാൻ കഴിയില്ല. കാരണം സാധാരണ ഒരു സാധനം നമ്മൾ ഓൺലൈനായി ഓർഡർ ചെയ്താൽ അത് എത്തിക്കേണ്ട വിലാസത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്സിനുള്ളത്. അതിനപ്പുറത്തേക്ക് അതിനുള്ളിൽ എന്താണെന്നോ അത് ഉപയോഗിച്ചാൽ ഗുണമാണോ ദോഷമാണോ എന്നൊന്നും പറയാനുള്ള അവകാശം അവർക്കില്ല. നിയമപരമായി അവർക്കതിൽ പരിമിതികളുണ്ട്. പക്ഷേ ഗതികെട്ട് ഈ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. ഇത് കേവലം ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവമല്ല. സമാനമായ തരത്തിൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തോ തിരുവനന്തപുരം നഗരത്തിലോ മാത്രമല്ല, കോഴിക്കോടും കൊച്ചിയിലും കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് നഗരങ്ങളിലുമൊക്കെ സമാനമായ തരത്തിൽ ഈ പ്രീ റോൾ കോണുകൾ ലഭ്യമാണ്. വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ ഏത് തരത്തിലാണ് ഈ ലഹരി ഗാങ്ങിൻ്റെ മാഫിയയുടെ പിടിയിൽ അമർന്നത് എന്ന വാർത്ത ഞെട്ടലോടെ കേരളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രീ റോൾ കോണുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം കൂടി ഇന്ന് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അടിയന്തരമായി ഇപ്പം ഓപ്പറേഷൻ തുഫാൻ അടക്കം ലഹരി മാഫിയയുടെ വേരിറക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഒരു വിപുലമായ പദ്ധതിയാണ്. അതിലേക്ക് കൃത്യമായി നമ്മൾ ഈ കൊടുക്കുന്ന വാർത്ത, അതിലെ വിശദാംശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവിടെ നിയമപരമായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഈ പ്രീ റോൾ കോഡുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമപരമായ ഒരു ഇടപെടൽ ഭേദഗതി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിജിലൻസ് സംവിധാനം, പരിശോധനാ സംവിധാനം അടിയന്തരമായി നടപ്പിലാക്കുമോ എന്നതിലാണ് വ്യക്തത പറയാനുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരടക്കം ലഹരി ഉപയോഗിക്കുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്തെമ്പാടും വലിയ ഫലപ്രദമായ രീതിയിൽ തന്നെ നടപ്പാക്കുന്നുണ്ട്. ലഹരി മാഫിയയിലേക്ക് എത്തുന്നുണ്ട്. പലയിടത്തും നിരവധി ചെറുപ്പക്കാരടക്കം പിടിയിലാകുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ വഴിയുള്ള ഇടപാടുകൾ തടയാൻ ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും ആഭ്യന്തര വകുപ്പിന്?
അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് ബുക്ക് ചെയ്യുന്ന ആളുകളുടെ ഏജ് അടക്കം അല്ലെങ്കിൽ കൃത്യമായി അത് ഫിൽട്ടർ ചെയ്ത് ഈ 18 വയസ്സ് പൂർത്തിയായവരാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കൃത്യമായ ബോധ്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ രേഖകൾ ഇപ്പോൾ ID കാർഡാണ് സ്വാഭാവികമായി നമ്മൾ എന്ത് കാര്യത്തിനും ഒരു പ്രധാനപ്പെട്ട രേഖയായി ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും കോമണായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം സാധനങ്ങളുടെ വിൽപ്പന ഓൺലൈനായി നടത്താൻ കഴിയൂ എന്ന തരത്തിലേക്കൊരു നിയമനിർമ്മാണമാണ് ആവശ്യം. ഇത് ഒരു ലഹരി വസ്തു അല്ലാത്തതിനാൽ, അതായത് ഈ പ്രീ റോൾ കോണുകൾ എന്ന് പറയുന്നത് ഒരു ലഹരി വസ്തു അല്ലാത്തതിനാൽ അതിൻ്റെ വിപണനം എത്ര കണ്ട് തടയാൻ കഴിയുമെന്നത് നിയമപ്രശ്നം തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയിലാണ് എന്നതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇതിനെ ഒരു ലഹരി വസ്തുവായി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അതിനുള്ളിൽ ലഹരി വെക്കുമ്പോഴാണ് അതൊരു ലഹരി ഉൽപ്പന്നത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അതുകൊണ്ട് ഇത് സുലഭമായി ലഭ്യമാകുന്നതിനുള്ള വഴികൾ തടയുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക വഴി. അതിന് സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊരു നിയമനിർമ്മാണം നടത്തിയത് കൊണ്ട് മാത്രമായില്ല. അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഇടപെടൽ അനിവാര്യമായി വരുന്ന സാഹചര്യമാണ്. കാരണം ഈ ഇൻസ്റ്റമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ എല്ലാം അത് സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്ക് കീഴിലല്ല, അല്ലെങ്കിൽ കേന്ദ്രവുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ലഹരി മാഫിയ അവരുടെ പ്രവർത്തനം സുലഭമാക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി പരിമിതമായൊരു ഇടപെടലല്ല, വിപുലമായൊരു കേന്ദ്ര ഇടപെടൽ കൂടി ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ അടിയന്തരമായി ഇതിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇത് വിപണനം ചെയ്യുന്നതിനുള്ള വഴികൾ തടയുക എന്നത് മാത്രമാണ് നമ്മുടെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ ചെയ്യാൻ കഴിയുന്ന നടപടി. അവിടെ കേവലം പോലീസിന്റെയോ അല്ലെങ്കിൽ എക്സൈസിന്റെയോ അല്ല. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ എളുപ്പ വഴികൾ, പുതിയ വഴികൾ തേടുകയാണ് ലഹരി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളും യുവാക്കളും അടങ്ങുന്ന സംഘം. അതിനായി ഏറ്റവും പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ ചെറിയ പരീക്ഷണങ്ങളടക്കം ഇവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ന്യൂസ് 8ൻ്റെ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇതോടൊപ്പം സംസ്ഥാനത്തെമ്പാടും ഈ ലഹരി മാഫിയെ പൂട്ടാൻ പോലീസും എക്സൈസും വല വിരിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ലഹരി വിൽപ്പന നടത്തിയ യുവാവും യുവതിയും പിടിയിലായ ആലപ്പുഴ സ്വദേശി മുഹമ്മദ് ഷാഫിയും സുഹൃത്ത് സരിതയുമാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 95 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇതിപ്പോൾ കൊച്ചിയിലൊരു ഹോട്ടലിൽ നിന്നാണ് രണ്ടുപേരും, യുവാവും പെൺ സുഹൃത്തും പിടിയിലായിരിക്കുന്നത്. ഇത് ഏത് മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ഈ ലഹരി ഇടപാടുകൾ? ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് നൽകുന്ന വിവരം എന്താണ്? ടോം, ഇവരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബാംഗ്ലൂരിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമായിട്ട് MDMA ഇവിടേക്ക് എത്തിക്കുകയും അതിനുശേഷം ഇവിടെ ഈ ഹോട്ടലുകൾ മുറിയെടുക്കുക, ഈ ഹോട്ടലുകളിൽ മുറിയെടുത്തുകൊണ്ട് അവിടെ ഇവരുടെ ഒരു വിൽപ്പന നടത്തുക എന്നത് തന്നെയായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഹോട്ടൽ മുറിയെടുത്ത് എറണാകുളത്തേക്ക് വരുമ്പോൾ ഇവരൊരു പ്രവർത്തന രീതി ഇങ്ങനെയാണ്. എറണാകുളം കേന്ദ്രീകരിക്കുക, എറണാകുളത്ത് നിരവധിയായ ഹോട്ടലുകൾ ചെറുതും വലുതുമായുണ്ട്. ഇവിടെ എറണാകുളം കേന്ദ്രീകരിച്ചൊരു ഹോട്ടലിൽ മുറിയെടുക്കുകയും ഇവിടെ നിന്ന് ഇടപാടുകാരെ കണ്ടെത്തി അവർക്ക് കൊണ്ടുപോയി വിൽക്കുന്നതുമായ ഒരു രീതികളാണ് ഇവർ ചെയ്തിരുന്നത്. ഇവരെ സുഹൃത്തുക്കളാണ്, ആലപ്പുഴ സ്വദേശികളാണ് മുഹമ്മദ് ഷാഫിയും സരിതയും രണ്ടുപേരും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ ഈ ബിസിനസ് തന്നെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതിൽ ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പോൾ ഈ അടുത്തിടക്കാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്നും വീണ്ടും ഇതുപോലെ ഈ ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ട് എന്നൊരു വിവരം എക്സൈസിന് ലഭിക്കുന്നത്. ഇതിനുശേഷമുള്ള ഒരു തുടർച്ചയായ നിരീക്ഷണത്തിൽ ഈ മുഹമ്മദ് ഷാഫി ഇവിടെ ലോഡ്ജിലേക്ക് എത്തുമ്പോഴാണ് എക്സൈസ് പിടികൂടുന്നത്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റൊരിടത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇയാൾ ഈ ലഹരി ഒളിപ്പിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാകുന്നത് എക്സൈസിനോട് പറയും. തുടർന്ന് 65 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് മാത്രമായിട്ട് കണ്ടെടുക്കുന്നത്. അതിനുശേഷമാണ് ഇയാളുടെ ഒപ്പമുണ്ടാകുന്ന ഈ സരിതയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അവർ
ആലപ്പുഴയിലേക്ക് പോയിരിക്കും. ആലപ്പുഴയിലും സമാനമായ രീതിയിലാണ് ഇടപാടുകൾ നടത്തുന്നത്. ഗ്രാമിന് 4000 രൂപ വെച്ചാണ് ഇവർ കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഇത് സമാനമായ രീതിയിൽ തന്നെ ഈ സരിത ഇവിടേക്ക് എത്തുമ്പോൾ സരിതയും ഇതുപോലെ എക്സൈസ് സംഘം പിടികൂടുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ് ആലപ്പുഴയിലെ ഒരു വീട്ടിൽ, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇവർ ഇത് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൈമാറുന്നത്. തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 28 ഗ്രാമോളമാണ് ഇവരിൽ നിന്ന് ഇവരുടെ കൈവശമുള്ളതായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതായത് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംഘം ക്യാമ്പ് ചെയ്യുന്നത്. തുടർന്ന് 2 ജില്ലകളിലേക്കായിട്ട് ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ എറണാകുളത്തെ വിവിധ പ്രദേശങ്ങളിലുമായിട്ടാണ് ഇവരിത് വിതരണം നടത്തുകയും ചെയ്യുന്നത്. ഇവരിൽ നിന്ന് ഏതാണ്ട് 17,000-ലധികം രൂപ ഈ വിൽപ്പന നടത്തിയ ഇടയിൽ ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ സമാനമായ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നാണ് വിവരം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, ഇടപാടുകാർ ഇവർക്കുണ്ട് എന്നതാണ് എക്സൈസിന് മനസ്സിലായിരിക്കുന്നത്. അത് ഒരു ചെറുപ്പക്കാർക്കിടയിലും അതോടൊപ്പം തന്നെ മറ്റു മുതിർന്നവർക്കിടയിലും എല്ലാം തന്നെ ഇവർ വളരെ സജീവമായിട്ട് ഉണ്ട്. ഹൈ പ്രൊഫൈലായ പല കേസുകളും ഉണ്ട്, പല ആളുകളും ഇതിലുണ്ട് എന്ന വിവരം കൂടി എക്സൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 3 മണിക്ക് എക്സൈസ് സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നലെ 750 കിലോ കഞ്ചാവ് MDMA ഏകദേശം 7.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് കൊച്ചി സിറ്റി പരിധിയിൽ കൊച്ചി സിറ്റി പോലീസ് കത്തിച്ചു കളഞ്ഞത്, നശിപ്പിച്ചു കളഞ്ഞത്. ഇങ്ങനെ ലഹരിക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കൊച്ചി ലഹരിയുടെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ്. ഇവിടെയാണ് പല ഇടപാടുകൾ നടക്കുന്നത്. ഡോക്ടർമാർ, അഭിഭാഷകർ, അധ്യാപകരടക്കം ലഹരി കേസിൽ പിടിയിലായ പല സംഭവങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ലഹരി പാർട്ടികൾ സജീവമായി നടക്കുന്നു. ഇവർ എത്തിച്ചിരുന്നത്, അതായത് ഇന്ന് പിടിയിലായ ഹോട്ടലിൽ നിന്നും ഈ ലഹരി ഇടപാടിനിടെ, ലഹരി വിൽപ്പനയ്ക്കിടെ പിടിയിലായ ഈ യുവാവും പെൺസുഹൃത്തും ഇവര് ആര് ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ ലഹരി ഇടപാടുകൾ? ഈ പറയുന്ന പോലെ ലഹരി പാർട്ടികളടക്കം ഇവർ നടത്തിയിരുന്നോ? അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ടോ? ടോം, ഇതിൽ എക്സൈസ് അന്വേഷണം തുടരുകയാണ്. ഇതിൽ ഇവർക്ക് പ്രാഥമികമായി ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും എക്സൈസിൻ്റെ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇവരെ ഈ കുറച്ച് പാർട്ടികളിലേക്ക് പോകാതെ മറ്റ് ചെറിയ ഇടപാടുകാരെ കണ്ടെത്തി അവർക്ക് താരതമ്യേന ഒരു റിസ്ക് കുറഞ്ഞ രീതി എന്ന രീതിയിലാണ് അവരത് നോക്കുന്നത്. പക്ഷേ കൊണ്ടുപോകുന്നവർ എന്ത് രീതിയിൽ ഇതുപോലെ പാർട്ടി നടത്തുന്നതിനോ മറ്റോ ആണോ എന്നുള്ളത് ഇവർക്കറിയില്ല എന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ ഈ 2 ജില്ലകളിലായിട്ടുള്ള ഒരു വിതരണമൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്നെങ്കിൽ അത്യാവശ്യം നെറ്റ്വർക്ക് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് എക്സൈസ് സംഘം തന്നെ പറയുന്നുണ്ട്. കാരണം ഇവർക്ക് അങ്ങനെ ഇവരെ പിടികൂടുമ്പോഴൊന്നും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ല. അവരത് വളരെ കൂളായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് എക്സൈസ് കണക്കാക്കുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ മുറിയെടുത്ത് അവരുടെ ബിസിനസ് നടത്തുക, ഇടപാടുകാരെ ഫോണിൽ വിളിച്ച് മറ്റേ കച്ചവടം ഉറപ്പിക്കുക, അവിടേക്ക് അവർ കൊണ്ട് ചെന്നെത്തിക്കുക. അതുമാത്രവുമല്ല, ഹോട്ടൽ മുറിയിൽ നിന്നല്ലാതെ ഇവർ മറ്റിടങ്ങളിൽ ഒളിയിടങ്ങൾ കണ്ടെത്തുന്ന ബുദ്ധിപൂർവമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. മറ്റ് ചെറിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്നാണ് ഇടപാടുകാർക്ക് എടുത്തു കൊടുക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് എക്സൈസ് ഇവരെ വലയിലാക്കുന്നത്. പോലെ ഈ രീതിയിലുള്ള അന്വേഷണവും എന്തായാലും വേണം. ഇവർക്ക് ആരാണ് ലഹരി എത്തിക്കുന്നത്, ഇവർ ലക്ഷ്യമിടുന്നത് ആരെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം നടത്തേണ്ടതാണ്. തൃശൂർ വരവൂരിൽ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. വടികൊണ്ട് വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത്, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്. വിഷ്ണു ചേരുന്നുണ്ട് പാലക്കാട് വിവരങ്ങളുമായി. വിഷ്ണു, ഇത് എന്താണ് ഈ ഒരു പേന എടുക്കുന്നതിനെ ചൊല്ലി ഇങ്ങനെ ഇത്രയധികം ക്രൂരമായി? എന്തായാലും വിഷ്ണുവിലേക്ക് എത്താം. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക്. വിഷ്ണുവിലേക്ക്. വിഷ്ണു, ഇതൊരു പേന എടുക്കുന്നതിനെ ചൊല്ലി ഇത്രയധികം ക്രൂരമായ ഒരു അധ്യാപകൻ മർദ്ദിക്കേണ്ട കാര്യമുണ്ടോ?
എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അധ്യാപനത്തിന് നടപടി ആവശ്യമാണ്, നിയമ നടപടി ആവശ്യമാണ്. അത്തരമൊരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? ടോം പറഞ്ഞ പോലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, വിദ്യാർത്ഥിയെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായാണ് മർദ്ദിക്കുന്നത്. ശരി, ഒരു സാധാ മർദ്ദനം എന്ന് പറഞ്ഞാൽ പോരാ, അധ്യാപകൻ കുട്ടിയെ അടിക്കുമെന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു സംഭവമല്ല ഉണ്ടായിട്ടുള്ളത്. ക്രൂരമായുള്ളൊരു മർദ്ദനം തന്നെയാണ്, അതും ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ. ഈ സംഭവം പുറത്തുവരുന്ന വിവരം, ഈ പേനയുടെ ക്യാപ്പ് ഇന്നലെ വൈകുന്നേരം സ്കൂളിൽ ക്ലാസ് മുറിയിൽ 9ാം ക്ലാസ് മുറിയിൽ പേനയുടെ ക്യാപ്പ് താഴെ വീണതുമായി ബന്ധപ്പെട്ട് അത് എടുക്കുന്നതുമായി ചൊല്ലിയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിവരം. നമുക്ക് ദൃശ്യത്തിൽ കാണാം, 1-2 പ്രാവശ്യമല്ല, തുടർച്ചയായിട്ട് വിദ്യാർത്ഥിയെ അതിക്രൂരമായാണ് ഈ വടികൊണ്ട് അടിക്കുന്നത്. സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പുറകെ വിഷയം ഇന്നലെ കുട്ടി വീട്ടിലെത്തി അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാവും ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും സ്കൂളിലെത്തി ചർച്ചയൊക്കെ നടത്തിയിരുന്നു. തുടർന്ന് രക്ഷിതാവ് പോലീസിലും ബാലാവകാശ കമ്മീഷന് പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പുറമെ ഇത് കൂടുതൽ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ അധ്യാപകൻ നിരന്തരം കുട്ടികളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ വിവരം പുറത്തറിയിക്കാൻ വേണ്ടി ഈ കുട്ടികൾ തന്നെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. പലരും വാർത്തകൾക്കൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ട് തെറ്റല്ലേ എന്നൊക്കെ. എന്നാൽ തുടർച്ചയായി ഇത്തരത്തിൽ അനുഭവം ഉണ്ടാകുമ്പോൾ, അതായത് ദിവസങ്ങളോളം ഇങ്ങനെ അധ്യാപകന്റെ ക്രൂര മർദ്ദനം വെക്കുമ്പോൾ സഹികെട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു സംഭവം പുറത്തറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ പോലീസ് നടപടിയിലേക്ക് കിടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഈ അധ്യാപകൻ കാഴ്ച പരിമിതികളാണ്. ഈ സ്കൂളിന് അടുത്ത് തന്നെ കാഞ്ഞിരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന മണികണ്ഠൻ എന്ന പേരുള്ള അധ്യാപകനാണ്. കാഴ്ച പരിമിതി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്. എങ്കിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം സ്കൂളിലും പരിസരത്തുമൊക്കെ ഉയരുന്നുണ്ട്. ടോം, തീർച്ചയായും ആ കുട്ടിയുടെ മനസ്സിനേറ്റ മുറിവ് നമുക്കറിയാം. പണ്ടൊക്കെ ഇതേ രീതിയിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു, ചൂരലുകൊണ്ട് അടിക്കുകയും ശകാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇവിടുത്തെ നിയമം മാറി, സാഹചര്യങ്ങൾ മാറി, കുട്ടികളെ സ്വന്തം മാതാപിതാക്കൾ പോലും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ തല്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇങ്ങനെ ആ ഒരു മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ചൂരൽ കൊണ്ട് എത്ര അടിയടിച്ചു, പല രീതിയിൽ അധിക്ഷേപിക്കുന്നുണ്ട്. ഇത്തരം ഒരു വൈകൃതമുള്ള ഒരു അധ്യാപകനൊക്കെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. എന്തായാലും കർശനമായ നടപടി ആവശ്യമല്ലേ? അത്തരമൊരു ആവശ്യം മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, അതല്ലെങ്കിൽ PTA ഒക്കെ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ഒരു നടപടി ആവശ്യമല്ലേ? എന്തായാലും ഈ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ? തീർച്ചയായും ഈ സ്കൂളിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാകുമെന്ന് രക്ഷിതാക്കൾക്കോ നാട്ടുകാർക്കോ ഒരു നിഗമനമില്ല. കാരണം ഈ അധ്യാപകൻ നിരന്തരം മർദ്ദിച്ചു വരുന്നതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ദൃശ്യങ്ങൾ പുറത്തെത്തിച്ചത്. കാരണം മൊബൈൽ ഫോൺ വളരെ കഷ്ടപ്പെട്ട് ക്ലാസ് റൂമിൽ എത്തിക്കുന്നു, അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നു. മൊബൈൽ ഫോൺ ഈ നിരന്തരം മർദ്ദനം ഉണ്ടാകുന്ന സാഹചര്യമായതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവരുടെ യാദൃശ്യം കൊണ്ടില്ല. കാരണം ഈ വിവരം തങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വലിയൊരു വേദന പുറത്തറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി പുറത്തു വിടുന്നത്. അതും മാധ്യമ പ്രവർത്തകർക്കാണ് ഈ ദൃശ്യങ്ങൾ കിട്ടുന്നത്. അവരാണ് തുറന്ന് പുറത്തു വിടുന്നത്. ഈ സ്കൂൾ അധികൃതർ പരാതി പറഞ്ഞിട്ടുണ്ടാകാം മുൻപ്. അവർ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ അധ്യാപകൻ ഈ ക്ലാസ്സിൽ ഉണ്ടാകില്ലായിരുന്നു, വിദ്യാർത്ഥികൾക്ക് ഇത്ര വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്ന് തന്നെയായാലും വിഷയത്തിൽ അധ്യാപകനെതിരെ കർശന നടപടി വേണമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഈ രക്ഷിതാവിനൊപ്പം, ബാബു എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ അച്ഛൻ ബാബുവിനൊപ്പം ഉണ്ട്. ഇവർ ഇന്നലെ സ്കൂളിലെത്തിയിരുന്നു. വിഷയം സ്കൂളിലെത്തി അധികൃതർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാവും. വിദ്യാഭ്യാസ വകുപ്പാണ്, സ്കൂളിന് പെട്ടെന്ന് നടപടിയെടുക്കാൻ കഴിയില്ല. എങ്കിൽ കൂടി വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ബാബു എന്ന് പറയുന്ന അദ്ദേഹം ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചാണ് വിവരം. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷന് വിവരം അറിയിക്കാൻ ഈ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തുന്ന സാഹചര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വയം കേസ് എടുക്കാവുന്നതുമാണ് അധ്യാപകനെതിരെ. വ്യക്തമാണ്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ വരവൂരിലാണ് സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥി അധ്യാപകൻ ക്രൂരമായി
മർദ്ദിച്ചത്, ക്രൂരമായി അടിച്ചത്, വടികൊണ്ട് വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. സംഭവത്തിൽ അധ്യാപകനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കോട്ടയത്ത് നവജാത ശിശുക്കളെ വിൽക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുവെന്ന പരാതിയിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും. സംഭവത്തിൽ രണ്ടാമത്തെ എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തു. നവജാത ശിശുക്കളെ വിറ്റ സംഭവത്തിൽ ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അപേക്ഷ നൽകും. നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയതിനാണ് കേസ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൊടുപുഴയിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് സംഘം വിൽപ്പന നടത്തിയത്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരു 6 മാസം മുൻപ് സമാനമായ രീതിയിൽ കുഞ്ഞിനെ വിൽപ്പന നടത്തിയെന്ന ഇത് ആർക്കാണ് വിറ്റതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരു പ്രത്യേക സംഘം തന്നെ ഈ കേസ് അന്വേഷിക്കേണ്ടതല്ലേ? ആ രീതിയിലൊരു നടപടി ഉണ്ടാകുമോ? ആർക്കാണ് കുഞ്ഞിനെ വിറ്റത് എന്ന സംബന്ധിച്ചുള്ള വിവരം പോലീസ് പുറത്തുവിടാൻ സാധ്യതയില്ല, ടോം. കാരണം ഇത് കുഞ്ഞിന്റെ ഐഡന്റിറ്റി കൂടി ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കേസായി ഫലത്തിൽ മാറുകയാണ്. അതായത് ഏതോ ആളുകളുടെ ദമ്പതികളുടെ കുഞ്ഞായി ഇപ്പോൾ അത് വളരുന്നുണ്ടാകാം എന്നുള്ളതാണ് ഫലത്തിൽ. അത് അങ്ങനെ പുറത്തുവിടുന്ന അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടാൽ അത് അതിൻ്റെ കൂടി ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിയും സാബു മാത്യു മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരം വിവരങ്ങൾ, പ്രത്യേകിച്ച് അന്വേഷണ പരിധിയിലിരിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ഈ പുതിയ കേസാണ്, അതായത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ് പുതിയ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അത് തൊടുപുഴയ്ക്ക് കൈമാറുന്നു. ആ കേസാണ് ഇതുവരെയുള്ള കേസുകളിൽ ഏറ്റവും നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആദ്യത്തെ കേസിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ളത്. കാരണം കുഞ്ഞുണ്ടാകുകയും ആ കുഞ്ഞിനെ വിൽക്കുകയും ചെയ്തു. ഈ സംഘത്തെക്കുറിച്ച് അസം സ്വദേശിനിയായ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തൽ പോലീസിന് നൽകിയ പരാതി അതുതന്നെയായിരുന്നു. അതായത് ഈ ഗർഭിണികളെ പാർപ്പിക്കുക, അതിനുശേഷം കുട്ടികൾ ആയ ശേഷം ആ കുട്ടികളെ വിറ്റ് ഈ അമ്മമാർ ആകുന്നവർക്ക് 3 ലക്ഷം രൂപ കൊടുക്കുക. ഇതേ ഓഫറായിരുന്നു ഈ ആസാം സ്വദേശിനിക്കും നൽകിയത്. എന്തായാലും ഈരാറ്റുപേട്ട നടക്കലിലായിരുന്നു ഈ കഴിഞ്ഞ 6 മാസം ഈ പ്രതികൾ താമസിച്ചിരുന്നത്. ഫലത്തിൽ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കിട്ടിയ ഒരു മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണം. എന്തായാലും ഇതിൽ ഇടനിലക്കാർ, ജില്ലയ്ക്ക് പുറത്തേക്കുള്ളവർ, വാങ്ങാൻ മാത്രമല്ല വിൽക്കുന്ന കാര്യത്തിലടക്കം ഇടനിലക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്ന വിവരം. പ്രത്യേകിച്ച് കൊല്ലം സ്വദേശിനി അനീന തസ്നി മിനിങ്ങാന്ന് രാത്രിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അനീനയും ഇന്നലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ ഇട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ അവരെ കസ്റ്റഡിയിൽ ലഭിക്കാനാണ് സാധ്യത. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. എന്നാലും ഇതിനിടെ തന്നെ ഈരാറ്റുപേട്ട പോലീസ് ഈ ഒരു എഫ്ഐആർ തൊടുപുഴയ്ക്ക് കൈമാറിയാൽ തൊടുപുഴ പോലീസ് എത്തിയും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. തുടർന്ന് ഒരുപക്ഷെ ഒരു കേസ് കൂടി ഉണ്ടാകാം, 1-2 കേസുകൾ എന്നാണ് ഇന്നലെ സാബു മാത്യു വ്യക്തമാക്കിയത് SP. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഒരു കേസ് കൂടി ഇപ്പോഴത്തെ ഒരു അന്വേഷണ പരിധിയിൽ നിന്നുകൊണ്ടുണ്ടാകും. പക്ഷേ ഈരാറ്റുപേട്ടയിൽ താമസിച്ചവർ, അതായത് തീക്കോയിൽ താമസിച്ചവർ മാത്രമല്ല ഇപ്പോൾ അവരേ ഉള്ളൂ ഇതിൽ പ്രതികൾ എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സംഘങ്ങൾ പലയിടത്തും സംസ്ഥാനത്ത് ഉള്ളതായുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് തെളിവുകൾ വേണം. കാരണം ഇതിൽ പരാതിക്കാരുണ്ടാകില്ല, വിറ്റവരും വാങ്ങിയവരും പരാതിക്കാരായി മാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വിവരങ്ങൾ പരമാവധി പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അങ്ങനെ പരാതിയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരും കേസിൽ പെടുമോ എന്ന ആശങ്ക ഉണ്ടാകും. മാത്രമല്ല, ഇവർ പണം വാങ്ങിയവരുണ്ട്, പണം നൽകി കുഞ്ഞിനെ വാങ്ങിയവരുണ്ട്. അങ്ങനെ വളരെ ദുരൂഹമായിട്ടുള്ള പല ഇടപാടുകളും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട് എത്ര ഇടപാടുകൾ അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിൻ്റെ ഇരകളായിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകുമോ? അതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം, ടോം. പുതിയ കേസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പ്രതികളിൽ നിന്നുകൂടി ലഭിച്ച വിവരം, അവരുടെ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്ന് ലഭിച്ച വിവരം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കേസ് വന്നിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച്
ഇതിന്റെ ഈ സംഭവം ഉണ്ടായ ആദ്യ ഘട്ടത്തിൽ തന്നെ വാർത്ത പുറത്തു വന്നു. സാധാരണഗതിയിൽ പല കേസുകളും വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് അതിന്റെ പിന്നാമ്പറത്തുകൂടി ഒന്ന് യാത്ര ചെയ്യാനുള്ള സമയം കിട്ടും. പക്ഷേ ഇത് ആദ്യ ഘട്ടത്തിൽ തന്നെ വന്നതുകൊണ്ട് തന്നെ ഇതിലെ പ്രതികൾ പലരും ഒളിവിൽ പോകാനും മാറി നിൽക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതുന്നുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. രണ്ടാമത്തേതാണ് ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ആരെങ്കിലും ഈ ഇന്ത്യയിലെ ദത്ത് നിയമം അതിനെയൊക്കെ അതിക്രമിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഈ കുഞ്ഞിനെ വാങ്ങി സ്വന്തമാക്കുക എന്ന രീതിയിലേക്ക് ഒരു നിയമലംഘനം നടത്തിയവരാണ് അവരും. ഫലത്തിൽ അവർ അങ്ങനെ നിൽക്കുമ്പോൾ അവർ പരാതി പറയില്ല. പിന്നീട് ഈ വിറ്റ് പൈസ ഉണ്ടാക്കിയവരും പരാതി പറയില്ല. ഈ വിൽപ്പനയ്ക്ക് കൂട്ടുനിന്നവരാണ് എന്തായാലും അമ്മമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഫലത്തിൽ കുറ്റം ചെയ്തവരായി മാറുന്നു. അങ്ങനെയെങ്കിൽ പോലീസിനാകെ ഇത്തരം ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ പിടിയിലായ പ്രതികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരിലേക്ക് പോവുകയും അങ്ങനെ കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ മാത്രമേ ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. അതാണ് തൊടുപുഴ കേസിൽ പുതിയ കേസിൽ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഒരു കേസ് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസിന് പോകാൻ കഴിയുമോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കുഞ്ഞിനെയാണെങ്കിലും വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമേ അല്ലാതായി മാറുന്നു. നമ്മുടെ സമൂഹം എത്രത്തോളം മാറുന്നു, പ്രത്യേകിച്ച് അമ്മമാരുൾപ്പെടെ മലയാളികളല്ല എങ്കിൽ പോലും മലയാളികളാണ് വാങ്ങിയവർ. അതപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾ, അങ്ങനെ പലരും ഇത് ചൂണ്ടിക്കാണിച്ചെന്നത് ഈ അവിഹിത ഗർഭങ്ങളൊക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ കാത്തിരിക്കുന്നവരെ ഇവർ പല വഴിക്കു കൂടി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പല തരത്തിൽ വലവീശി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതിന് ഏജന്റുമാരുണ്ട്. അപ്പോൾ ഏജന്റുമാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പോൾ സംസ്ഥാന വ്യാപകമാകും. അതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ശ്രീജിത്ത്. കാരണം ഇതെങ്ങനെയാണ് യുവതികളെ, ഗർഭിണികളായ യുവതികളെ ഇവർ കണ്ടെത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അവർ കുഞ്ഞുങ്ങളെ വിൽക്കാൻ തയ്യാറാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ തന്നെ ഇവർ ഈ ഇരകളെ കണ്ടെത്തുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസം സ്വദേശിനിയായ പെൺകുട്ടി, 22 വയസ്സ് മാത്രമാണ് പ്രായം. നേരത്തെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതാണ്. ഭർത്തൃ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ആ കുഞ്ഞിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കണം എന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതേ തുടർന്ന് അവർ ഇതിന് തയ്യാറാകുന്നു, ഈ കുഞ്ഞിനെ വിൽക്കാൻ തയ്യാറാകുന്നു. ഇതെങ്ങനെയാണ് ഇവർ ഈ യുവതികളെ കണ്ടെത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത വന്നിട്ടുണ്ടോ? സമൂഹ മാധ്യമങ്ങളുടെ ആണെന്ന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. പക്ഷേ ഇത് കൃത്യമായും ഇത് ഗർഭിണികളായ യുവതികളെ കണ്ടെത്താൻ വേണ്ടി മറ്റെന്തെങ്കിലും ഈ ഇൻസ്റ്റഗ്രാം അല്ലാതെ മറ്റെന്തെങ്കിലും വഴികൾ ഇവർ തേടിയിരുന്നോ? ടോമി സൂചിപ്പിച്ചതിൽ ഒരു തിരുത്തുള്ളത്, ഈ അസം സ്വദേശിനിയായ കുട്ടിയെ വിൽക്കാൻ വന്നതല്ല. ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ തെരഞ്ഞിരുന്നത് ഇത്തരം ഗർഭിണികളായ ആളുകൾക്ക് പരിചരണം ലഭിക്കുന്ന കേന്ദ്രങ്ങളെ കുറിച്ചാണ് ആ പെൺകുട്ടി അന്വേഷിച്ചത്. അങ്ങനെ ഒരു കേന്ദ്രം ഇത് കണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് അതിലേക്കാണ് ആ പെൺകുട്ടി എത്തുന്നത്. അതിനുശേഷമാണ് അവിടെ വെച്ചാണ് കൂടുതൽ ഇങ്ങനെ കുട്ടിയെ കൈമാറാം, വിൽക്കാം, 3 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് ചില ചർച്ചകൾ നടക്കുന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി വന്നിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ പോലീസ് ചില വ്യക്തതകൾ ഇനി പൂർണ്ണമായും വരുത്തേണ്ടതുണ്ട്. എന്തായാലും അതിനപ്പുറത്തേക്ക് പെൺകുട്ടിയെ ദുബായിലേക്ക് കടത്തും ഇതായ ശേഷം എന്നുള്ളത് കേട്ടിട്ടാണ് പെൺകുട്ടി ഇങ്ങനെ പെരുമാറിയെന്ന് പറയുന്നത്. ഇങ്ങനെ 2 വശങ്ങളുണ്ട്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ തയ്യാറായില്ല. അതായത് ഈ കുഞ്ഞിനെ വേണം എന്ന തീരുമാനം കൊണ്ടാണല്ലോ ഈ ഭർത്താവ് തന്നെ ഇത് അബോർഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ആ പെൺകുട്ടി തയ്യാറാകാതെ സ്വന്തം കുടുംബം പോലും ത്യജിച്ചുകൊണ്ടാണ് പെൺകുട്ടി അവിടെ നിന്ന് മാറുന്നത്. കോയമ്പത്തൂരായിരുന്നു ഭർത്താവും ഈ അസം പെൺകുട്ടിയും താമസിച്ചിരുന്നത്. അതിനുശേഷം ഡൽഹിയിൽ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഡൽഹിയിൽ അവിടെ സുഹൃത്തിനൊപ്പം താമസിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഈ സുഹൃത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതെ അവിടെ നിന്ന് മാറണം എന്ന തരത്തിലുള്ള ആലോചനകൾ നടത്തുകയും അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരതിയത്. അപ്പോഴാണ് ഇത്തരം കെയർ ഹോമുകളുടെ പേര് ലഭിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെയാണ് ഈ അവിഹിത ഗർഭങ്ങളുള്ളത്, അല്ലെങ്കിൽ അതങ്ങനെ തപ്പിയെടുക്കുക എളുപ്പമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് കെയർ ഹോമുകളാണ് ഫലത്തിൽ ഇവർ ഒരുക്കിയിരുന്നത് എന്നുള്ളതാണ് ഈ ആദ്യത്തെ കേസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കെയർ ഹോമിൽ എത്തിയ ശേഷം അവരെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ കെയർ ഹോമിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കെയർ ഹോമുമായി ബന്ധപ്പെടുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഉറപ്പിക്കുക എന്നതാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇത് പോലീസിനെ സംബന്ധിച്ച് ഇതൊരു ആദ്യ ഘട്ടമായതുകൊണ്ട് തന്നെ അവർക്ക് പല വിവരങ്ങളും, ഇന്നലെ SP ആകെ പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച്
ഈ അത്രയും രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ കേസിൽ, കാരണം ഇതിൽ പരാതിക്കാരില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ, കൊടുക്കൽ വാങ്ങൽ നടത്തിയവർ ആരും പരാതിപ്പെടില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പരിമിതി. അപ്പോൾ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് പോലീസ് അന്വേഷിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം അത്തരം വിവരങ്ങൾ, വ്യക്തതകൾ ഇനിയും വരുത്തേണ്ടത്. എന്തായാലും അല്പ ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മാത്രമേ അതിലൊരു അന്തിമമായ വ്യക്തത വരുന്നുള്ളൂ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഗർഭിണികളായ യുവതികളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിച്ച് പ്രസവശേഷം കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലയ്ക്ക് പുറത്തും രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുണ്ട്. ഇരകളെ കണ്ടെത്തണം, ഈ കുഞ്ഞിനെ വാങ്ങിയവരെ കണ്ടെത്തണം. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. പല വാർത്തകൾ കേൾക്കുമ്പോഴും കേരളത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ പരിശോധിച്ച വാർത്ത, കോട്ടയത്ത് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന സംഘം. മറ്റൊരു ആലുവയിൽ നിന്നും മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരു 12 വയസ്സുള്ള പെൺകുട്ടി 25കാരനോടൊപ്പം നാടുവിട്ട കേസ്. പിന്നീട് ഇവരെ കണ്ടെത്തിയത് പൂനെയിൽ നിന്നാണ്. ഈ 12കാരിയെയും ഈ യുവാവിനെയും പൂനെയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇയാളുടെ വലയിലായത്? ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നു. അതായത് ഈ പ്രതിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ യുവാവ് അഭിജിത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇയാൾ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ കേസിൽ നമ്മൾ ആദ്യം ഈ പെൺകുട്ടിയുടെ ഒരു ഐഡന്റിറ്റി പുറത്തു വരണ്ട എന്ന് കരുതി ഈ വാർത്ത പല മാധ്യമങ്ങളും വിശദമായി പുറത്തുവിട്ടിരുന്നില്ല. പക്ഷെ ഇത് പുറം ലോകം അറിയേണ്ട കേസാണ്. നമ്മുടെ വീടുകളിൽ പെൺകുട്ടികളെയൊക്കെ എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലവീശി പിടിക്കുന്നത്, അവരെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ രക്ഷിതാക്കൾ അറിയണം. കാരണം പലപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ സൗഹൃദങ്ങളെക്കുറിച്ച്, അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളെക്കുറിച്ചൊന്നും വിശദമായി പരിശോധിക്കാറില്ല. പലപ്പോഴും സമയത്തിൻ്റെ അല്ലെങ്കിൽ ജോലി തിരക്കൊക്കെ കാരണമായിരിക്കാം. പക്ഷേ ഇത്തരം ഒരു അപകടം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ഈ കേസ്, ആലുവയിലെ 12കാരിയുടെ മിസ്സിംഗ് കേസ് നമുക്ക് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് അറിയണം. മാത്രമല്ല, ഈ പെൺകുട്ടിയെ ഇയാൾ കടത്തിക്കൊണ്ടുപോയത് എന്ത് ലക്ഷ്യമിട്ടാണ് എന്നതുകൂടി പുറത്തു വരേണ്ടതല്ലേ? ടോം, ഈ കേസിലെ തുടക്കം ടോം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇത്രയും ഈ പ്രായപൂർത്തിയാവാത്ത അത്തരം വാർത്തകൾ, അവരുടേതായ കുട്ടികളുടെ സ്വഭാവത്തിൽ നിൽക്കുന്ന അവരുടെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വിടാറില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത്. 12 വയസ്സുകാരിയാണ് ഇങ്ങനെ പോകുന്നത്, സുഹൃത്തിനൊപ്പം പോകുന്നത് എന്നതാണ്. അതിപ്പോൾ അവർ തിരിച്ചെത്തിയിരിക്കുന്നു, ഇന്ന് തിരിച്ചെത്തിച്ചിരിക്കുന്നു. അവർക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അഭിജിത്ത് എന്ന് പറയുന്ന അയാളെയും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കാരണം 2023 കൊല്ലം ഓച്ചിറയിലെ ഒരു ലഹരി കേസിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു. ഇയാൾ ആ കേസിൽ പ്രതിയായിരുന്നു എന്നതാണ്. അതായത് ഒരു ലഹരി പശ്ചാത്തലം, അങ്ങനെ കേസുകളുടെ ഒരു പശ്ചാത്തലം ഇയാൾക്കുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. അവിടെയാണ് ഇയാളുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ സംശയിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ മറ്റൊരു കാരണം ഉദ്ദേശശുദ്ധിയെ സംശയിക്കുക എന്ന് പോലുമില്ല. 12 വയസ്സുകാരിയാണ് ഇയാൾക്കൊപ്പം പോയത്. അപ്പോൾ തീർച്ചയായും നടപടികൾ നേരിടേണ്ടതാണ്. ഇവരുടെ അടക്കമുള്ള മൊഴികൾ പോലീസ് എടുക്കുന്ന വേളയിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി വരുന്നത്. ഇയാൾക്കെതിരെ കേസ്, ലഹരി കേസ് നിലവിലുണ്ടായിരുന്നു എന്നത് മാത്രമല്ല, പോലീസ് അന്വേഷിക്കുന്നു. ഇയാളോട് ഡൽഹിയിലേക്ക്, ഈ കുട്ടിയുമായിട്ട് ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത് ഒരു ഇതര സംസ്ഥാനക്കാരൻ, ഇയാളുടെ ഒരു സുഹൃത്താണ് ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. ഇയാളെക്കുറിച്ച് കൂടി അന്വേഷിക്കുന്നുണ്ട്. പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ, പ്രത്യേകിച്ച് റെയിൽവേ പോലീസിൻ്റെ അടക്കമുള്ള ഒരു കൂട്ടായ ഒരു യത്നമാണ് ഈ ഒരു വഴിത്തിരിവിലേക്ക്, കേസ് പുനെയിൽ വെച്ച് ഇവരെ പിടികൂടാനടക്കം എല്ലാം തന്നെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെ എല്ലാം തന്നെ സഹായിച്ചത്. കാരണം ഇതിൽ പോലീസിൻ്റെ അനാസ്ഥയെന്ന് ആരോപിച്ചുകൊണ്ട് സമരത്തിന് ഒരുങ്ങുന്ന വേളയിലാണ്. അത് 4 ദിവസമായി എവിടെയാണ്
ഈ കുട്ടി എന്നത് സംബന്ധിച്ച് ആർക്കും അറിവില്ല എന്ന വലിയ ശബ്ദങ്ങൾ ഉയരുന്നു, പ്രതിഷേധങ്ങൾ ഉയരുന്ന സമയത്ത് അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചടക്കം നടത്താൻ ഇരുന്ന ആ ഇടത്തേക്കാണ് ഈ വാർത്ത എത്തുന്നത്. ഇവരെ പൂനെയിൽ നിന്ന് ഇവർ രണ്ടുപേരെയും തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നത്. തുടർന്നാണ് ഇന്ന് ആലുവ പോലീസ് സ്റ്റേഷൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഈ അഭിജിത്തിനെ കുറിച്ചാണ്, ഈ സുഹൃത്തിനെ കുറിച്ചുള്ളതാണ്. ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ആ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പോലീസ് ഇവരെ കൊടുക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും ഇയാളെക്കുറിച്ച് ദുരൂഹമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 2023 കൊല്ലം ഓച്ചിറയിൽ ഒരു ലഹരി കേസിൽ ഇയാൾ പ്രതിയായിരുന്നു എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇയാളോട് ഡൽഹിയിലേക്ക് എത്താൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇയാളുടെ സുഹൃത്താണ് അവിടേക്ക് എത്താനായിട്ട് രണ്ടുപേരോടും അവിടേക്ക് എത്താൻ നിർദ്ദേശിച്ചത് എന്ന് പറയുന്നു. ഈ സുഹൃത്തിനെ കുറിച്ച് കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. ഇയാൾ ഏത് രീതിയിലുള്ളൊരു പരിചയമാണ്, ഇയാളുടെ ട്രാക്ക് എന്താണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഏതെങ്കിലും മാഫിയയുടെ ഭാഗമാണോ ഈ അഭിജിത്ത്, ഇതറിയണം. അതോടൊപ്പം ഇയാളുടെ ഈ ഒരു ഏതെങ്കിലും ഇതര സംസ്ഥാന മാഫിയയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ? മാത്രമല്ല കുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ടോ? കൂടുതൽ പെൺകുട്ടികൾ ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടോ? തീർച്ചയായും പോലീസ് ആ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു ട്രാക്ക് അറിഞ്ഞതുകൊണ്ട് ലഹരി ഇടപാടിലെ ഒരു പ്രതിയാണ്. ഒപ്പം തന്നെ ഇയാളുടെ സുഹൃത്ത് ഇതര സംസ്ഥാനക്കാരനാണ്. അവിടേക്ക് വരാൻ നിർദ്ദേശിച്ചതനുസരിച്ചുകൊണ്ട് ഇറങ്ങി അവിടേക്ക് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ രീതിയിലും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇത് ഇങ്ങനെ ഒരു സംഘത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് ആവർത്തിച്ചന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഒരു ബാധ്യത നിലവിൽ പോലീസിനുണ്ട്. കാരണം അവർ പറയുന്നത് കേസുകളിൽ ഈ രീതിയിലുള്ളൊരു കേസ് റെക്കോർഡ് ഇയാളുടെ പേരിലുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷിക്കണം, ഒന്നും ഉറപ്പ് പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുക. അപ്പോൾ അതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, ഇത്തരം സമൂഹ മാധ്യമങ്ങളടക്കം ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു നിയന്ത്രണവും കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടുകാർക്ക് അത്തരം കാര്യങ്ങൾ കൂടി ഇടപെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മൈനറായ ആളുകളെല്ലാം തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്നും നിരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഈ സംഭവങ്ങൾ ഒന്നുകൂടി അടിവരയിടുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങളിലൊരു നിരീക്ഷണ സ്വഭാവം വളരെ കർശനമായി വേണം. ഒരുപക്ഷെ കുട്ടികൾ അത് എതിർക്കുമ്പോൾ അവർ അത് ഇപ്പോഴുള്ള ഒരു പ്രായത്തിലല്ല അത് എതിർക്കേണ്ടത്. കാരണം ഇത് മാതാപിതാക്കൾ കൂടി ഇത് എന്താണ് അവർ ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇവരുടെ സുഹൃത്തുക്കൾ എന്നതെല്ലാം ഒരു നിശ്ചിത പ്രായം വരെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ അത് ആ വീട്ടിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടലുകൾ തന്നെയാണ് ഇതിലുണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ആ കുട്ടികളിലേക്ക് ഫോൺ അതിൻ്റെ മറ്റ് സമൂഹ മാധ്യമങ്ങൾ കൂടി എത്തുമ്പോൾ മറ്റൊരു ലോകത്തേക്കാണ് ഇവരെത്തുന്നത്. അതിൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളും അതിലെ ചതിക്കുഴികളും എല്ലാം തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അത്തരമൊരു കുടുംബാന്തരീക്ഷങ്ങൾ എല്ലായിടത്തും തന്നെ ഉണ്ടാകുകയും വേണം. അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനെല്ലാം തന്നെ കഴിയണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം. അത് ഉണ്ടാകാതിരിക്കട്ടെ. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നടി ലക്ഷ്മിപ്രിയക്കെതിരായ അൻസിബ ഹസന്റെ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രോസിക്യൂഷനോട് വിശദീകരണം തേടിയാണ് നോട്ടീസ്. ഒരാഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശമുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അൻസിബ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് ലക്ഷ്മിപ്രിയയുടെ വീഡിയോ സമൂഹത്തിൽ തൻ്റെ സ്വകാര്യതയും മാന്യതയും തകർത്തു. ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയപ്പോൾ കേസിന് പരാതിക്ക് കഴമ്പില്ല എന്നായിരുന്നു പോലീസിൻ്റെ നിലപാട്. ഇതേ തുടർന്നാണ് അൻസിബ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇതിപ്പോൾ എന്തായാലും അൻസിബയുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ടോം,
ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതിനെതിരെ യൂട്യൂബ് ചാനലിൽ അടക്കം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനെതിരെ ലക്ഷ്മി പ്രിയയ്ക്ക് എതിരെ നൽകിയ പരാതിയിലാണ് അൻസിബ ഇപ്പോൾ ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ ഹർജി തള്ളുന്ന സാഹചര്യത്തിലാണ് അൻസിബ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി ഫയൽ സ്വീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ജൂൺ 26-നാണ് പാലാരിവട്ടം പോലീസിന് ലക്ഷ്മി പ്രിയക്കെതിരായ പരാതി നൽകുകയും അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് തുടർന്ന് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ജൂൺ 29-ന് കമ്മീഷണർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഈ പോലീസിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അൻസിബ ഹസൻ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. അവിടെ നിന്നും സ്വകാര്യമായി, അതായത് കേസിൽ FIR രജിസ്റ്റർ ചെയ്യാതെ സ്വകാര്യമായി കേസ് അന്വേഷിക്കാൻ ആണ് കോടതി നിർദ്ദേശിച്ചത്. അതേ തുടർന്നാണ് തനിക്ക് നീതി കിട്ടണം, അതായത് BNS വകുപ്പുകൾ പ്രകാരം ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാവുന്ന പ്രശ്നങ്ങളാണ് തനിക്കെതിരെ ലക്ഷ്മിപ്രിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലെ ക്രിമിനൽ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് അൻസിബ ഹസൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതിൽ കേസെടുക്കാൻ, പ്രഥമദർശിയ കേസെടുക്കാനുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരുന്നത്. അതിനെ തുടർന്നാണ് കോടതി ഇത് സ്വകാര്യമായി ഈ കേസ് അന്വേഷിക്കാൻ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കോടതി നിർദ്ദേശിക്കുന്ന അത് റദ്ദ് ചെയ്യണം, അതായത് കേസെടുക്കാനാകില്ല എന്നുള്ള ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം റദ്ദ് ചെയ്യണം. അതിനുശേഷം തനിക്ക് ഈ കേസിൽ, അതായത് ലക്ഷ്മി പ്രിയക്കെതിരെ കേസെടുത്ത് അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബ ഹസൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ജീപ്പ് ഓടിച്ചു വന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ശ്യാംരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരപ്പ ടൗണിലാണ് സംഭവം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ടയർ പൊട്ടിയ നിലയിലാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മദ്യലഹരിയിലായിരുന്നു ഡ്രൈവർ എന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഡ്രൈവറെ പിടികൂടിയത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഈ മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നവർ മറ്റു യാത്രക്കാരുടെ ജീവന് ഭീഷണിയാവുകയാണ്. ഇത് എവിടെയായിരുന്നു സംഭവം? എപ്പോഴാണ് ഈ ഡ്രൈവറെ മദ്യലഹരിയിൽ പിടികൂടിയത്? പോലീസ് ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ടോമെ, വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരപ്പയിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയാത്ത ഒരാള് ഒരു വാഹനം ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഇവിടെ സംഭവിച്ചത്. മാത്രമല്ല, ആ വാഹനത്തിന്റെ ടയർ പൊട്ടിയ നിലയിലായിരുന്നു വാഹനം ഓടിച്ച് ഇത്തരത്തിൽ വരുന്നുണ്ടായത്. അതുകൊണ്ടാണ് നാട്ടുകാർ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയും ആ വാഹനം തടയുകയും ചെയ്തത്. പിന്നീട് നോക്കുമ്പോഴാണ് ഇയാൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ ധർമ്മപുരി സ്വദേശി ഡി ശ്യാം രാജ് എന്ന് പറയുന്നയാൾ അത്രത്തോളം മദ്യം കഴിച്ച് വാഹനം ഓടിക്കാൻ പോയി. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, അയാൾക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അങ്ങനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസ്, വെള്ളരിക്കുണ്ട് പോലീസിനെ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു. ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെ ഈ രീതിയിലൊക്കെ വാഹനം ഓടിച്ചാൽ നമുക്കറിയാം, വഴിയിലൂടെ ഒരുപാട് ആളുകൾ നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം 4 മണി 5 മണി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇത്രത്തോളം മദ്യലഹരിയിൽ ഒരു കാർ ജീപ്പും ഇങ്ങനെ റോഡിൽ വരുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതുകൂടാതെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുമെന്ന് പറയുന്നുണ്ട്. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും പറയുന്നുണ്ട് പോലീസ്. ഇയാളുടെ വാഹനവും ഈ താർ ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതൊരു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്, ഈ താർ ജീപ്പാണ്. ഈ വാഹനത്തിലാണ് ഇയാൾ കിലോമീറ്ററുകളോളം ദൂരം, മലയോര മേഖലയാണ് ഈ പരപ്പ എന്ന് പറയുന്നത്,
കിലോമീറ്ററുകളോളം ദൂരമാണ് ഇയാൾ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും മദ്യലഹരിയിൽ ഈ വാഹനം ഓടിച്ചു വന്നത്. ഇതിനിടയിൽ ഈ ടയർ പൊട്ടിയിട്ടും ഇയാൾ ഈ വാഹനം ഓടുന്നത് തുടർന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് നാട്ടുകാർ ഈ ഒരു വാഹനം തടയുന്നതും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നതും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കും. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഒരു അപകടാവസ്ഥയാണ് ഒഴിവായതെന്ന്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇയാൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ ഒരു സ്കൂൾ ഉണ്ട്. ആ സ്കൂളിന്റെ സമീപത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ ഇങ്ങനെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇത് സമാനമായി തന്നെ ഇന്നലെ ഒരു 1:30 രാത്രി പുലർച്ചെ 1:30 ഒരു വാഹനം കാഞ്ഞങ്ങാട് സൗത്തിന് സമാന ഒരു സംഭവം ഉണ്ടായി. ഒരു മദ്യപിച്ച് ലക്കിട്ട ഒരു വാഹനത്തിൽ ഒരു നടു റോഡിൽ വാഹനം നിർത്തുന്ന ഒരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും തൂഫാന്റെ ഭാഗമായി വലിയ പരിശോധന മയക്കുമരുന്നിനെതിരെയൊക്കെ നടക്കുന്ന സമയത്താണ് മദ്യലഹരിയിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അപകട ഭീഷണി ആയി ആളുകൾ വാഹനമൊക്കെ എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടി 1:30 ഈ ഒരു സംഭവം കാഞ്ഞങ്ങാട് സൗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ട് കാണുന്നില്ല. നടു റോഡിൽ വാഹനം നിർത്തി, അതായത് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം മദ്യ ലഹരിയിലായിരുന്നു അതിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ. പോലീസ് എത്തിയാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ടോം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പരപ്പയിൽ നടന്ന ഈ സംഭവത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇയാൾക്കെതിരെ കേസെടുത്തു. അതോടൊപ്പം ഇതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഇത് സംബന്ധിച്ച് കേസ് കൈമാറുമെന്നും പോലീസ് വെള്ളരിക്കുണ്ട് പോലീസ് അറിയിക്കുന്നുണ്ട് ടോം. യെസ്, ഇതെന്തായാലും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഈ ഡ്രൈവർ തമിഴ്നാട് സ്വദേശിയാണല്ലോ. പക്ഷെ ഇയാൾക്കെതിരെ ആ രീതിയിൽ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ, അതായത് ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെങ്കിൽ അത് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറേണ്ടതല്ലേ? അത്തരം ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഇതിൽ വെള്ളരിക്കുണ്ട് പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിൽ മനുഷ്യജീവനെ അപകടമാക്കും വിധം വാഹനം ഓടിച്ചു എന്ന കുറ്റത്തിന് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനം പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്, വാഹനം വിട്ടു കൊടുത്തിട്ടില്ല. അതിനൊപ്പമാണ് ഈ മറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നടപടിയിലേക്ക് കൂടി പോലീസ് ഈ കേസ് കൈമാറുന്നത്. എന്തായാലും അത്തരം നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. നിലവിൽ ഇയാൾക്കെതിരെ ഇപ്പോൾ ഈ തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് ധർമ്മപുരി സ്വദേശിയാണ് ഇയാൾ. ശ്യാംരാജ് എന്നാണ് ഇയാളുടെ പേര്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പരപ്പ സ്കൂളിന് തൊട്ട് സമീപത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ ഈ വാഹനം തടയുകയും അയാളെ പിടികൂടുകയുമായിരുന്നു. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയ ആ രംഗമാണ് നമ്മൾ കാണുന്നത്, ദൃശ്യങ്ങൾ കാണുന്നത്. ആ ദൃശ്യത്തിൽ തന്നെ ഇയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അത്ര ബുക്കറ്റം മദ്യപിച്ച ഒരു അവസ്ഥയിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായെന്ന് പറയേണ്ടി വരും. കാരണം ഒരു ടയർ പൊട്ടിയ വാഹനമാണ്, അതിന് നിയന്ത്രണം സ്വാഭാവികമായും അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. അതോടൊപ്പം ഒരു ബോധവുമില്ലാതെ ആ വാഹനം ഓടിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റു നടപടികളും കടക്കുമെന്നാണ് പോലീസ്. അതാണ് അത്ര അപകടകരമായ രീതിയിലാണ് ഇയാൾ ഈ ശ്യാം രാജ് വാഹനം ഓടിച്ചത്. കാസർഗോഡ് പരപ്പയിലാണ് മദ്യലഹരിയിൽ അപകടകരമായ വിധം ജീപ്പ് ഓടിച്ചു വന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.